ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പതിവ് പോലെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ, രാവിലെ തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ട്യൂഷനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അടുക്കള കയറാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ആലിമിന് വയ്യാത്ത കാരണം മൊത്തത്തിൽ ഡൗൺ ആണ്, ഒന്നും ചെയ്യാൻ തോന്നണില്ല. ക്ലീനിങ് ആണെങ്കിലും മര്യാദക്ക് നടക്കണില്ല, അങ്ങനത്തെ ഒരവസ്ഥ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തലേന്ന് ഇതാ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുട്ടും പയറുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ആഹിലിന് എന്തായാലും ചോറ് ഞാൻ കൊടുത്തു വിടുന്നില്ല, രാവിലത്തെ പലഹാരം തന്നെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ആലിമിന് കഞ്ഞിയാണ് ഉച്ചയ്ക്ക് വെക്കുന്നത്. അപ്പോൾ ഇതാ പയറൊന്ന് വേവിച്ചെടുക്കട്ടെ. പയറ് കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ, ഏകദേശം ഒരു 2 പിടിയൊക്കെ ഞാൻ എടുക്കാറുള്ളൂ. അത്ര തന്നെ മതിയാകും, ചിലപ്പോൾ അത് ബാക്കിയാലേ ഉള്ളൂ കേട്ടോ. എന്തായാലും അത് കുറഞ്ഞു പോവില്ല. കറികളൊക്കെ ഭയങ്കര കുറവാണ് കുട്ടികൾ കഴിക്കുന്നത്. എനിക്കാണെങ്കിലും കറി കുറച്ച് മതി കേട്ടോ. ഇപ്പോൾ പുട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക, ഒരു പുട്ടിൻ്റെ ടേസ്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി കുറച്ച് മതി. അതേസമയം ഹസ്ബൻഡിന് നല്ലപോലെ കറി വേണം കേട്ടോ. ഹസ്ബൻഡിന് നല്ല എന്താ പറയുക, ചാറൊഴിച്ച് നല്ല അങ്ങനെ കഴിക്കുകയുള്ളൂ. ഇപ്പം ആഹിലും ഞാനും ആലിമൊക്കെ ഇങ്ങനെ കറി അധികം ഇല്ലാണ്ടാണ് കഴിക്കുന്നത്. എൻ്റെ അത്ര പോലും കറി ആഹിൽ കൂട്ടില്ല കേട്ടോ, അത്ര പോലും ആലിമും കഴിക്കില്ല. അപ്പം അതാണ് അവസ്ഥ. അപ്പം ഞാൻ എന്താ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ. ആലിമിന് ആൻറ്റിബയോട്ടിക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ക്ലിനിക്കിൽ പോയി വന്നിട്ടും 6-7 പ്രാവശ്യം അവൻ ടോയ്ലറ്റിൽ പോയായിരുന്നു. അപ്പം നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോണ കാണുമ്പോൾ. കുഞ്ഞല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഒരഞ്ഞ് പൊട്ടാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ എന്തായാലും അവൻ എഴുന്നേറ്റിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വയ്യായിക തുടങ്ങിയിട്ട് രാവിലെ അങ്ങനെ എഴുന്നേക്കാറില്ല. ഒന്നാമത്തിൽ മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഉറക്കമായിരിക്കും. രാത്രി തന്നെ ഒരു 4 സിറപ്പോളം അവന് കഴിക്കാനുണ്ട് കേട്ടോ, ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെ. അപ്പോൾ ഞാനിപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. പുട്ട് നമ്മൾ ഓൾറെഡി പൊടി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതങ്ങോട്ട് എടുത്ത് തീർക്കാം കേട്ടോ. തേങ്ങ എടുക്കുന്ന ഒരു കഷ്ടപ്പാടാണ് ഞാൻ കാണുന്നത്. ഫ്രീസറിൽ വെക്കുമ്പോൾ കട്ടയായിട്ടിരിക്കണായിരിക്കുമല്ലോ, അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എന്തായാലും ആവി കയറ്റിയല്ലേ എടുക്കുന്നത്, അപ്പോൾ തേങ്ങയും അതിൻ്റെ ഉള്ളിലിരുന്ന് നന്നായിട്ട് സെറ്റായി വന്നോളും. തേങ്ങ ഞാൻ ഇതേപോലെ മിക്സിയിൽ അടിച്ചിട്ട് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന കറികൾ, ഇപ്പോൾ മീൻകറി തേങ്ങ അരച്ച് ചേർക്കുന്ന കറികളുണ്ടല്ലോ, അതിന് മാത്രമാണ് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാറുള്ളൂ കേട്ടോ. മിക്കപ്പോഴും പുട്ടിന് അപ്പത്തിനൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് അങ്ങനെ എടുക്കാറ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അപ്പോൾ ചിരണ്ടൻ്റെ ആവശ്യം വന്നില്ല. എനിക്ക് ചിരവുണ്ട് ഇവിടെ, പക്ഷേ ഈ സ്ലാബിൽ ഫിറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ആദ്യം മുതൽക്കേ തന്നെ ഇങ്ങനെയാണ് എടുക്കാറ്. കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ അങ്ങോട്ട് അടിച്ചെടുത്ത് വെക്കും. പിന്നെ അപ്പോൾ ഉള്ളത് അപ്പോൾ ചെയ്യും. ഇപ്പോൾ ചട്നിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് എടുക്കാറ്. അപ്പോൾ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം 2 തേങ്ങ വാങ്ങിച്ചപ്പോൾ തന്നെ 85 രൂപ എന്തോ ആയിട്ടോ. അത്യാവശ്യം നല്ല വിലയുണ്ട് തേങ്ങയ്ക്ക്. ചെറിയ തേങ്ങയായിരുന്നു. അപ്പം അത് കറക്റ്റ് ഒരു കണ പുട്ടിനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി പാത്രമൊക്കെ കാലിയായിട്ടുണ്ട്. ഞാൻ അതങ്ങോട്ട് കൈയോടെ കഴുകാനായിട്ട് സിങ്കിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ബാക്കി തേങ്ങ എടുത്ത് ഫ്രീസറിലും കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറിക്കുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. വെളുത്തുള്ളി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ ഒരു കാഭാഗം മതിയാവും, അത്ര എടുക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഞാൻ ചതക്കണ ആ ഒരു കല്ലുണ്ടെങ്കിലും ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മേളിൽ വെച്ചിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. ഇത് ഹസ്ബൻഡ് ചെയ്യുന്ന കണ്ടു പഠിച്ചാണേ. ഹസ്ബൻഡ് ഇങ്ങനെയാണ് ചെയ്യാറ്, ഇങ്ങനെ ചതച്ചെടുക്കും കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പിന്നെ എനിക്കും കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇതാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചതക്കുന്ന കല്ല് എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് കഴുകിയിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടിട്ടൊന്ന് കഴുകി എടുക്കണം. ബാക്കി സവാള ഇങ്ങനെ കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അധികം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ് എടുക്കാറ്. എനിക്കത്ര ഇഷ്ടമല്ല ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാനായിട്ട്. പിന്നെ അങ്ങനെ എടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ.
അതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇരുമ്പിൻ്റെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഈ ഇരിക്കുന്ന പാത്രങ്ങളും കൂടി ഉപയോഗിക്കണമല്ലോ. നമ്മളെപ്പോഴും ഇരുമ്പിൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള പാത്രങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പം മാറി മാറി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഒരു കുഞ്ഞ് ചീനച്ചട്ടി ഉണ്ട്, അതെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതാ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് ചേർക്കും കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത്. പൊടികളൊക്കെ ഞാനിപ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ ചേർക്കുന്നത്, ആലിമിന് വയ്യാത്ത കൊണ്ടിട്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിത് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. പയർ ഇത്തിരി വെള്ളം കൂടിപ്പോയി, അതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അകത്ത് കയറിയപ്പോൾ കണ്ടാണ് കേട്ടോ. ഇത് ആലിമിൻ്റെ ഒരു മരുന്നാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എഴുതിയതാണ് കേട്ടോ. ഒരു 3 എണ്ണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ലൂസ് മോഷനൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ടും പിന്നെ ആ ഒരു ബോഡിയുടെ ഒരു കുറേ വൈറ്റമിൻസൊക്കെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്യാനും ഒക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. ഞാൻ എന്ത് ടാബ്ലറ്റ് വാങ്ങിച്ചാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കട്ടെ അതിൻ്റെ യൂസസ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് കഴിക്കുന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് അറിയാനൊന്നും അല്ല കേട്ടോ. പക്ഷെ അത് കാണുമ്പോൾ ഒരു സമാധാനമാണ് എന്തിനാണ് ഈ മെഡിസിൻ കഴിക്കുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടതാണേ. ആ ഒരു ബോട്ടിലിന് എന്തോ 80 രൂപ എന്തോ ആണ് വരുന്നത്. ജസ്റ്റ് വെള്ളം പോലെ ഇരിക്കുന്നത്, വെറുതെ വായിലൊഴിച്ച് കൊടുത്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അതങ്ങനെ കാണിച്ചാണേ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ ചായയൊക്കെ തിളപ്പിച്ചിട്ട് ട്യൂഷന് കുട്ടികൾ വന്നിട്ടുണ്ട്, അവരുടെ അടുത്ത് പോയി ഇരിക്കുവാണ്. പാഹിലിന് പുട്ടും പയറും കേട്ടോ കൊടുത്തു വിട്ടത്. ഇന്നിപ്പോൾ നല്ലോണം തെളിഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ എന്താ മുളകും മല്ലിയൊക്കെ ഒന്ന് എടുത്ത് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇന്നത്തോടെ അത്യാവശ്യം ഉണക്കമായിട്ടുണ്ട് കേട്ടോ. 2 ദിവസം നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് കിട്ടിയാൽ മതി. നമ്മളിത് വീട്ടിൽ തന്നെ പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്നൊരു മഴക്കാറ് വന്നത്. അപ്പം തന്നെ ഞാൻ എന്താ വേഗം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ആലിമിൻ്റെ ആ ഒരു ഡ്രിങ്കാണ് കേട്ടോ, എനർജി ഡ്രിങ്ക്. നമ്മൾ ORSനൊക്കെ പകരമായിട്ട് കൊടുക്കുന്ന ഒരു ജ്യൂസാണേ. അപ്പം അതങ്ങനെ അവന് കൊടുത്തു. ഞാൻ കുടിക്കില്ല എന്നാണ് ഓർത്തത്, പക്ഷെ അവൻ കുടിച്ചു കേട്ടോ. അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 എണ്ണേ വാങ്ങിച്ചുള്ളൂ, കുടിക്കോ ഇല്ലേന്ന് അറിയാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ ഒരു 2 എണ്ണം കൂടി അത് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ വേഗം തന്നെ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്ന് വറുക്കാൻ പറ്റില്ല. ഞാൻ ഈ മല്ലിയൊക്കെ വറുക്കുമ്പോൾ അതിൽ വേപ്പില ചേർക്കാറുണ്ട്. നമ്മുടെ വേപ്പില തീർന്നിട്ട് ഒരാഴ്ചയായേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വെജിറ്റബിൾ വാങ്ങിക്കാനായിട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ നാളെ പോകണമെന്നാണ് കേട്ടോ ഓർത്തേക്കുന്നത്. കുറച്ച് അലക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ തെളിഞ്ഞു വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാനോർത്ത് ഇനി ആ വെയിൽ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോയി അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അധികമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ആലിമിൻ്റെ മെഡിസിൻസ്. അപ്പം നൈറ്റ് ടൈമാണ്. ആലിമിന് ആദ്യം തന്നെ ഭക്ഷണത്തിന് മുന്നേ ഈ ഒരു മെഡിസിൻ കൊടുക്കണം, ഗ്യാസിൻ്റെ ഒക്കെയാണ്. അത് കഴിച്ചതിന് ശേഷമാണ് ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതല്ലാണ്ട് സിങ്കോവിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു മെഡിസിനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ഒരു മെഡിസിൻ. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് വരട്ടെ. ഇഷ്ടമല്ലെങ്കിലും കുടിച്ചോളാം കേട്ടോ. അങ്ങനെ വലിയ വാശിയൊന്നുമില്ല അവന്. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ വേഗം കുടിച്ചോളും. സിങ്ക് അവൻ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ കുടിക്കാനായിട്ട്. അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇഷ്ടമല്ലാത്ത പോലെ കാണിക്കും കേട്ടോ. പക്ഷേ ഇത് കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ലൂസ് മോഷൻ വരുമ്പോൾ എന്തായാലും കുട്ടികൾ ഇത് കഴിച്ചിരിക്കേണ്ടതാണ്. അവരുടെ ബോഡിയിൽ നിന്ന് വൈറ്റമിൻസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അയണിൻ്റെ കണ്ടൻ്റൊക്കെ കുറയും. അതുകൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഞാനങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. അപ്പം ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. ഈ കളർ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമല്ല അവന്. പിന്നെ എന്നൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വന്ന് കുടിച്ചു കേട്ടോ. ആളെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ആള് ആക്റ്റീവാണ്. അപ്പം ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.